ഓം നമോ വെങ്കടേശായ. ഗോവിന്ദ ഗോവിന്ദ. തിരുപ്പതിയിൽ ഒരു ടിക്കറ്റ് എടുത്താൽ അതേ ദിവസം 2 തവണ ഭഗവാന്റെ ദർശനം ലഭിക്കുന്ന ഒരു സ്പെഷ്യൽ സേവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ സേവ എന്താണ്, എപ്പോഴാണ് ഈ ഒരു സേവ നടക്കുന്നത്, ടിക്കറ്റ് എപ്പോൾ കിട്ടും, എങ്ങനെ എടുക്കാം, ആർക്കൊക്കെ എടുക്കാം, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. തിരുപ്പതി ദർശനം എളുപ്പമല്ല എന്നുള്ളത് സത്യമാണ്. അതിനർത്ഥം ഭഗവാൻ നമുക്ക് ദർശനം തരില്ല എന്നല്ല, ഭഗവാൻ നമുക്ക് ഉറപ്പായും ദർശനം തരും. കാരണം തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കുന്നത് വെങ്കടേശ്വര സ്വാമി ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിനുദാഹരണമാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഭഗവാന്റെ സന്നിധിയിലെത്തുന്ന 10,000-കണക്കിന് ഭക്തർ. തിരുപ്പതിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി അവിടുത്തെ കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരു രീതിയിലാണെങ്കിൽ നാളെ മറ്റൊരു രീതിയിലായിരിക്കും. ഇന്ന് തിരക്ക് കുറവാണെങ്കിൽ നാളെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നിരിക്കാം. ഇന്നൊരു ദർശന ക്രമീകരണമാണെങ്കിൽ നാളെ അത് മാറിയേക്കാം. വിവിധ ദർശനങ്ങൾ തിരുപ്പതിയിലെ ഓരോ ദർശനവും എങ്ങനെ നടത്താം, ഇവയൊക്കെ ഏതു സമയവും മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു പ്ലാൻ വെച്ച് തിരുപ്പതിയിലേക്ക് വരരുത്. എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ കൂടി നമുക്ക് വേണം. ഈ മാറ്റങ്ങളൊന്നും എല്ലാവർക്കും സമയത്തിന് അറിയണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് മെമ്പർഷിപ്പ് ആരംഭിച്ചത്. തിരുപ്പതിയിലെ വിവിധ ദർശനങ്ങൾ, ഓരോ ദർശനവും എങ്ങനെ നടത്താം, എല്ലാ ദിവസത്തെയും തിരുപ്പതിയിലെ വിവരങ്ങൾ എല്ലാം മലയാളത്തിലറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഗോവിന്ദ എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ജോയിൻ ചെയ്യാനുള്ള മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. തിരുപ്പതിയിലെ അല്ലെങ്കിൽ തിരുമലയിലെ പുഷ്പയാഗം സേവ 2026. ഈ സേവ നടക്കുന്നത് 2026 നവംബർ 16-ാം തീയതിയാണ്. അതിനു മുന്നോടിയായി നവംബർ 15-ാം തീയതി അങ്കുരാർപ്പണം നടക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ സേവയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നത് 2026 ഓഗസ്റ്റ് 21-ാം തീയതി രാവിലെ 10 മണിക്കാണ്. ഏകദേശം 1000 ടിക്കറ്റ്സ് ആണ് ലഭ്യമാകുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് 700 രൂപയാണ്. ഒരു ലോഗിൻ വഴി 2 ടിക്കറ്റ്സ് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേക ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സേവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ടിക്കറ്റ് കൊണ്ട് അതേ ദിവസം തന്നെ 2 തവണ ഭഗവാന്റെ ദർശനം നടത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. അതായത് രാവിലെ ഒരു ദർശനം, വൈകുന്നേരം വീണ്ടും ഒരു ദർശനം. ഇനി ഈ സേവ ദിവസം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നോക്കാം. രാവിലെ 6 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. 7 മണിക്കായിരിക്കും എൻട്രി. തുടർന്ന് കലശപൂജയും സ്നാപന തിരുമഞ്ജനവും നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം രാവിലെ 11 മണിയോടെ ആദ്യത്തെ ദർശനം ലഭിക്കും. അതിനുശേഷം വീണ്ടും ഉച്ചയ്ക്ക് 12:30 നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. 1 മണിക്ക് എൻട്രി ആയിരിക്കും. തുടർന്ന് ഹോമം നടക്കും. അതിനുശേഷം പുഷ്പയാഗ സേവ നടക്കും. ഏകദേശം 2 മണി മുതൽ ഉച്ചയ്ക്ക് വൈകുന്നേരം 5 മണി വരെയാണ് പുഷ്പയാഗം സേവ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും 2ാമത്തെ ദർശനം ലഭിക്കും. ഏകദേശം വൈകുന്നേരം 6 മണിയോടെ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു ടിക്കറ്റ് കൊണ്ട് 2 തവണ ദർശനവും അതോടൊപ്പം പുഷ്പയാഗം സേവയിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ടിക്കറ്റ് എല്ലാവർക്കും ബുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. 2026 നവംബർ 16-ന് മുൻപുള്ള 180 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും അർജിത സേവയിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് കല്യാണോത്സവം, ഊഞ്ഞാൽ സേവ, സഹസ്ര ദീപാലങ്കര സേവ തുടങ്ങിയ അർജിത സേവാസിൽ നിന്ന് കഴിഞ്ഞ 180 ദിവസത്തിനുള്ളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ എലിജിബിലിറ്റി നിങ്ങൾക്ക് ബാധകമായേക്കാം. എന്നാൽ 300 രൂപ സ്പെഷ്യൽ എൻട്രി ദർശനം, വിർച്വൽ സേവാസ്, അംഗപ്രദക്ഷിണം തുടങ്ങിയവ ഈ 180 ദിവസത്തെ നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 180 ദിവസം കണക്കാക്കുന്നത് ബുക്കിംഗ് ഡേറ്റ് മുതലല്ല, നിങ്ങൾ ആ അർജിത സേവയിൽ പങ്കെടുത്ത തീയതി മുതലാണ് 180 ദിവസം കണക്കാക്കുന്നത്. ഇനി ബുക്കിംഗ് എടുക്കാൻ പോകുന്നവർക്ക് ഒരു ചെറിയ ടിപ്പ് കൂടി. രാവിലെ 9:55 കൂടി തന്നെ ഒഫീഷ്യൽ TTD വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ ലോഗിൻ ചെയ്ത് റെഡിയായി ഇരിക്കുക.
OTP, ഡിവോട്ടിയുടെ ഡീറ്റെയിൽസ് തുടങ്ങിയവ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. കാരണം ടിക്കറ്റിൻ്റെ എണ്ണം ലിമിറ്റഡ് ആയതിനാൽ ബുക്കിംഗ് സമയത്ത് താമസിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തിരുപ്പതി ദർശനത്തിൻ്റെ സമ്പൂർണ്ണ ഭാഗം. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും തിരുപ്പതി ദർശനത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണാം. അവയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ദർശനക്രമമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടായിട്ട് തന്നെ വീഡിയോസ് ഉൾപ്പെടെ, അതായത് ഏത് ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത്, അതിനുശേഷം എങ്ങോട്ടേക്കാണ് പോവേണ്ടത്, നമ്മൾ മോളിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതൊക്കെ ഓരോരോ ചെറിയ പാർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഇങ്ങനെ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തിരുപ്പതി യാത്രയുമായി ബന്ധപ്പെട്ട് പോകുന്ന യാത്രക്കാർക്ക് അത് ഏത് സമയത്ത് പോയതാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും തിരുപ്പതി ദർശനത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണാം. അവയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ദർശനക്രമം ഇങ്ങനെയാണ്. ആദ്യ ദർശനം ശ്രീ പത്മാവതി അമ്മവാരി. തിരുപ്പതിയിലെത്തിയാൽ ആദ്യം ദർശനം നടത്തേണ്ടത് തിരുച്ചാനൂരിലെ ശ്രീ പത്മാവതി അമ്മവാരിയാണ്. ശ്രീ പത്മാവതി അമ്മവാർ മഹാലക്ഷ്മി ദേവിയുടെ അവതാരവും ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ദിവ്യ പത്നിയുമാണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ അതിനടുത്തുള്ള വിഷ്ണു നിവാസത്തിൽ നിന്നോ ഏകദേശം 20 മിനിറ്റ് യാത്ര ചെയ്താൽ തിരുച്ചാനൂർ ക്ഷേത്രത്തിലെത്താം. എപ്പോഴും ലോക്കൽ ബസ് ലഭിക്കുന്നതാണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4.8 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. പിന്നീട് ശ്രീ ഗോവിന്ദരാജസ്വാമിയെയാണ് ദർശിക്കേണ്ടത്. പത്മാവതി അമ്മവാരിയുടെ ദർശനത്തിന് ശേഷം തിരുപ്പതിയിലേക്ക് മടങ്ങി ശ്രീ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ ക്ഷേത്രം തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 800 മീറ്റർ മാത്രം അകലെയാണ്. ശ്രീ ഗോവിന്ദരാജസ്വാമി ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ജ്യേഷ്ഠ സഹോദരനായി ആരാധിക്കപ്പെടുന്നു. ഇനിയാണ് നമ്മൾ തിരുമലയിലേക്ക് പോകുന്നത്. തിരുമലയിലേക്ക് പോകുമ്പോൾ പ്രവേശനത്തിന് മുമ്പ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അലിപ്പിരി സപ്തഗിരി ചെക്ക് പോയിന്റ് ആണത്. എല്ലാവരെയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തിരുമലയിലേക്ക് പോകാനായി അനുവദിക്കൂ. തിരുമലയിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ശ്രീ സ്വാമി പുഷ്കരണിയിൽ സ്നാനമാണ്. പുഷ്കരണി സ്നാനത്തിന് ശേഷം തൊട്ടടുത്തുള്ള ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഐതിഹ്യപ്രകാരം തിരുമലയിൽ ശ്രീ വെങ്കടേശ്വര സ്വാമി വസിക്കാനും ക്ഷേത്രം സ്ഥാപിക്കാനും അനുമതി നൽകിയിരിക്കുന്നത് ശ്രീ വരാഹസ്വാമിയാണ്. അതുകൊണ്ട് ആദ്യം വരാഹസ്വാമിയെ ദർശിച്ച ശേഷമാണ് ശ്രീ വെങ്കടേശ്വര സ്വാമിയെ ദർശിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 10 വരെ നമ്മുടെ പുഷ്കരണി അടച്ചിട്ടിരിക്കും. ബ്രഹ്മോത്സവത്തിൻ്റെ ഭാഗമായും അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം നമ്മളെ അവിടെ അടച്ചിട്ടിരിക്കുന്നത്, പുഷ്കരണി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങാനോ സ്നാനം ചെയ്യാനോ ഹാരതിയോ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ അവിടെ എത്തുന്നതെങ്കിൽ പുഷ്കരണി സ്നാന സങ്കല്പം ചെയ്തിട്ട് വരാഹസ്വാമിയെ ദർശനം നടത്തുക. ഓക്കെ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളിപ്പോൾ ഏത് തരത്തിലുള്ള ദർശനത്തിനാണ് വന്നിരിക്കുന്നതെങ്കിലും അതിപ്പോൾ സർവ്വദർശനമായിക്കോട്ടെ, SSD ആയിക്കോട്ടെ, ദിവ്യ ദർശനമായിക്കോട്ടെ, സ്പെഷ്യൽ എൻട്രി ദർശനങ്ങളായിക്കോട്ടെ, ശ്രീവാണിയുടെ VIP ദർശനമായിക്കോട്ടെ, NRI ദർശനമായിക്കോട്ടെ, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഇൻഫാൻ ദർശനമായിക്കോട്ടെ, അല്ലെങ്കിൽ ആർജിത സേവകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദർശനങ്ങളായിക്കോട്ടെ, ഓരോ ദർശനത്തിനും പ്രത്യേക റിപ്പോർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻട്രി സർക്കിൾ തിരുമലയിൽ ഉണ്ടായിരിക്കും. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ റിപ്പോർട്ടിംഗ് പോയിന്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് ഇറങ്ങി പുഷ്കരണിയിലേക്കോ വരാഹസ്വാമി ക്ഷേത്രത്തിലേക്കോ പോകാൻ സാധിക്കില്ല. അതിനാൽ തിരുമലയിലെത്തിയാൽ ആദ്യം തന്നെ പുഷ്കരണി സ്നാനവും വരാഹസ്വാമി ദർശനവും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നിങ്ങളുടെ ദർശനത്തിനുള്ള എൻട്രി സർക്കിളിലേക്കോ റിപ്പോർട്ടിംഗ് പോയിന്റിലേക്കോ പോകാവൂ. ഇതെല്ലാ ഭക്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ്. ഇതിനുശേഷം ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ദർശനം നടത്തുക. ഭഗവാൻ ദർശനം തന്നതിനു ശേഷം ക്ഷേത്ര പ്രദക്ഷിണം നടത്തി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള മുകളിലെ വിമാന വെങ്കടേശ്വര സ്വാമിയെയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. ശേഷം ഹുണ്ടിയിൽ നിങ്ങളുടെ കാണിക്ക സമർപ്പിക്കുക. ഐതിഹ്യപ്രകാരം ശ്രീ വെങ്കടേശ്വര സ്വാമി വിവാഹത്തിനായി കുബേരനിൽ നിന്ന് കടം സ്വീകരിച്ചുവെന്നും ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക ആ കടം തീർക്കാനുള്ള സമർപ്പണത്തിൻ്റെ പ്രതീകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾ സമർപ്പിക്കുന്നത് അധ്വാനിച്ച് സമ്പാദിച്ച സത്യസന്ധമായ വരുമാനത്തിൽ നിന്നുള്ള കാണിക്കയായിരിക്കട്ടെ. അതിനുശേഷം പരിമളശില സ്ഥിതി ചെയ്യുന്നു. അവിടെ ഭക്തർ ചൂണ്ടുവിരൽ കൊണ്ടോ ഒരു നാണയം കൊണ്ടോ തങ്ങളുടെ പ്രാർത്ഥനയോ ആഗ്രഹമോ എഴുതുന്ന ഒരു ആചാരമുണ്ട്. ഇതൊരു വിശ്വാസാചാരമാണ്. ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടിയ പ്രാർത്ഥനകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെന്നാണ് ഭക്തരുടെ വിശ്വാസം.
പരിമളശിലയ്ക്ക് ശേഷം ശ്രീ നരസിംഹസ്വാമിയുടെ സന്നിധിയിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ക്ഷേത്രത്തിനു പുറത്ത് കുറച്ചു സമയം ശാന്തമായി ഇരുന്ന് ഭഗവാനോട് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ആത്മീയ നിമിഷം തിരുപ്പതി യാത്രയിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. തിരിച്ചുള്ള യാത്രയ്ക്ക് മുൻപ് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ മഹാദേവനെ ദർശിച്ചാൽ തിരുപ്പതി യാത്ര കൂടുതൽ സമ്പൂർണ്ണമാകുമെന്നാണ് വിശ്വാസം. തിരുപ്പതിയിൽ നിന്നും കാളഹസ്തിയിലേക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട്. 39 കിലോമീറ്ററാണ് ദൂരം. ധാരാളം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നമുക്ക് താഴെ തിരുപ്പതി ബസ് സ്റ്റേഷനിൽ നിന്നും ശ്രീ കാളഹസ്തിയിലേക്ക് പോകാനായി ലഭിക്കുന്നതാണ്. തിരുപ്പതി യാത്രയുമായി ധാരാളം രീതിയിൽ സമ്പൂർണ്ണമാക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലുമുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ദർശനം നടത്താനായി നമ്മുടെ ഭക്തർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, തിരുപ്പതിയിൽ ഒരു ടിക്കറ്റും ബുക്ക് ചെയ്യാതെ ഭഗവാന്റെ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് SSD ടോക്കണെ പറ്റിയിട്ട്. SSD എന്ന് പറയുന്നത് സ്ലോട്ടഡ് സർവദർശൻ ടോക്കണാണ്. ഈ ടോക്കൺ നമുക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഈ ടോക്കൺ നമുക്ക് കിട്ടിയാൽ ഭഗവാന്റെ ദർശനത്തിനായി പലപ്പോഴും ഏകദേശം 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ വരെയോ ചില സാഹചര്യങ്ങളിൽ 8 മണിക്കൂർ വരെയോ സമയമെടുക്കാം. SSD ടോക്കൺ നമ്മൾ ഇന്നെടുത്താൽ ദർശനം നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ ഏതെങ്കിലും ഒരു സമയത്തിനായിരിക്കും കിട്ടുക. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പുതിയ കാര്യം, ബുധനാഴ്ചകളിൽ SSD ടോക്കൺ കൊടുക്കാറില്ല. അതായത് വ്യാഴാഴ്ച നമുക്ക് SSD വഴി ദർശനം നടത്താൻ പറ്റില്ല. തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അറിയുന്നത് വളരെ പ്രധാനമാണ്. അത് SSD ടോക്കൺ ആയാലും തിരുപ്പതിയിലെ മറ്റ് ദർശനങ്ങളായിക്കോട്ടെ. ഇതെല്ലാം ദിവസവും മലയാളത്തിൽ തന്നെ എളുപ്പത്തിൽ അറിയണമെങ്കിൽ ധൈര്യമായി എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഗോവിന്ദ എന്നൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇന്ന്, അതായത് ഓഗസ്റ്റ് 9 SSD ടോക്കൺ വിതരണം ആരംഭിച്ചത് വെളുപ്പിന് 4:30 എന്നാൽ ഓഗസ്റ്റ് 8 രാവിലെ 6 മണിക്കും ഓഗസ്റ്റ് 7 രാവിലെ 8 മണിക്കും ഓഗസ്റ്റ് 6 രാവിലെ 9:30 ഓഗസ്റ്റ് 4 3 രാവിലെ 10:30 ഓഗസ്റ്റ് 2 10 മണിക്കും ഓഗസ്റ്റ് 1 10:15 SSD ടോക്കൺ കൊടുത്തത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഫിക്സഡ് ടൈം നോക്കി SSD ടോക്കൺ എടുക്കാൻ വരുന്നത് ശരിയല്ല. പഴയ വിവരങ്ങൾ മാത്രം നോക്കി തിരുപ്പതിയിലേക്ക് വരുന്നത് ചിലപ്പോൾ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി മറ്റൊരു കാര്യം കൂടി വീഡിയോയിൽ ചർച്ച ചെയ്യാം. തിരുപ്പതിയിൽ രക്തദാനം ചെയ്താൽ നമുക്ക് ഭഗവാന്റെ സ്പെഷ്യൽ ദർശനം കിട്ടും. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാമോ? പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ താഴെ തിരുപ്പതിയിൽ നിന്ന് നേരെ തിരുമലയിലേക്ക് എത്തുക. അവിടെ അശ്വിനി ഹോസ്പിറ്റലുണ്ട്. ഈ അശ്വിനി ഹോസ്പിറ്റൽ നമ്മുടെ തിരുമല ബാലാജി ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുപ്പതി ഭഗവാന്റെ ഭക്തർ ആരെല്ലാം രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അവർ രാവിലെ 6 മണിക്ക് ഈ ഒരു അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം. നമ്മുടെ ഹെൽത്തൊക്കെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ ബ്ലഡ് എടുക്കും. ദിവസവും 5 പേർക്ക് രക്തദാനം ചെയ്യുന്ന ശ്രീവാരി ഭക്തർക്ക് സ്പെഷ്യൽ ദർശനം വഴി ഭഗവാന്റെ ദർശനം അന്ന് തന്നെ ലഭിക്കും. 5 പേർക്ക് മുകളിൽ രക്തദാനം ചെയ്യാൻ അന്നുണ്ടെങ്കിൽ ലക്കി ഡിപ്പ് ഇടും കേട്ടോ. അതായത് പിന്നീട് നമ്മളെ ആ ഒരു ലക്കി ഡിപ്പിലൂടെ ആയിരിക്കും 5 പേരെ തിരഞ്ഞെടുത്ത് ഭഗവാന്റെ ദർശനത്തിന് അതേ ദിവസമായി തിരുമലയിലേക്ക് വിടുന്നത്. അതുപോലെ രക്തദാനം ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റും അവർ തരുന്നതാണ്. അതുപോലെ തന്നെ നടന്നു കയറുന്ന ഭക്തർക്ക് പറയുന്നതാണ് ദിവ്യദർശനം. ഭഗവാന്റെ സന്നിധിയിൽ 2 രീതിയിൽ നമുക്ക് നടന്നു കയറാം. ഒന്ന് അലിപ്പിരി നടപ്പാത വഴിയും മറ്റൊന്ന് ശ്രീവാരിമേട് നടപ്പാത വഴിയും. ഈ 2 വഴിയും നമ്മൾ നടന്നു കയറുമ്പോൾ പണ്ട് നമുക്ക് പരിഗണന ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്യൂ വഴി നമുക്ക് ഭഗവാന്റെ ദർശനം എളുപ്പം കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. 2 വഴി നമ്മൾ നടന്നു കയറിയാലും മുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ SSDയുടെ കൂടെയോ അല്ലെങ്കിൽ സർവ്വദർശനമായ ഫ്രീ ക്യൂവിൻ്റെ കൂടെയോ ജോയിൻ ചെയ്താണ് ഇപ്പോൾ ദർശനത്തിനായി ഭക്തർ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നടന്നു കയറുന്നവർ ശ്രദ്ധിക്കുക. മുകളിലെത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം 4-5 മണിക്കൂറിന് മുകളിൽ നിങ്ങൾക്ക് അന്നത്തെ തിരക്കനുസരിച്ച് ക്യൂ നിൽക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ എടുത്തിട്ട് വേണം നടന്നു കയറുന്നവരൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. അതെന്തുകൊണ്ട് തിരുമല ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ല. എന്നിരുന്നാലും അലിപ്പിരി വഴി നടന്നു കയറുന്നവർക്കും ശ്രീവാരിമേട് വഴി നടന്നു കയറുന്നവർക്കും മുകളിലെത്തിക്കഴിഞ്ഞാൽ SSDയുടെയോ സർവദർശൻ്റെയോ ക്യൂവിൽ ജോയിൻ ചെയ്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ
തിരുപ്പതിയിൽ ബ്രഹ്മോത്സവം ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ ഈ വട്ടം 2 ബ്രഹ്മോത്സവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സാധാരണ നമ്മുടെ തിരുപ്പതിയിലുള്ള തിരക്കിനെ അപേക്ഷിച്ച് 4 ഇരട്ടിയോളം കൂടുതൽ തിരക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടാം. അപ്പോൾ നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നവരൊക്കെ അതൊക്കെ ഒന്ന് മുൻകരുതലെടുക്കുക. എല്ലാ ഉത്സവങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഉത്സവങ്ങളും അവിടുത്തെ ദർശനക്രമങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും സൗകര്യം പോലെ ഞാൻ പേഴ്സണലി മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനുള്ളി മെസ്സേജാണ്. അതായത് എനിക്ക് മാത്രമേ ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാനായി പറ്റൂ. അത് ഞാൻ അങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവിടുത്തെ ഒരു അറിവും മിസ്സായി പോവാതിരിക്കാനും അവിടുത്തെ ഒരു കാഴ്ചയും മിസ്സായി പോവാതിരിക്കാനുമാണ്. ഞാൻ ഇടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. അതിനൊരു ഫീസ് ഞാൻ ഈടാക്കുന്നതും എൻ്റെ ഈ ഒരു അഡ്മിൻ്റെ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി തരുന്നതും ഭഗവാന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സേവ പോലെ ചെയ്യുന്നതും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ SST ടോക്കൺ എടുത്ത് തരാമെന്നോ VIP ടിക്കറ്റ് എടുത്ത് തരാമെന്നോ അല്ലെങ്കിൽ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റുകൾ ഞാൻ എടുത്ത് തരാമെന്നോ ഒന്നുള്ള ഒരു വാഗ്ദാനവുമല്ല. ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും പിന്നെ എനിക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങളും അത് രണ്ടും ഞാൻ ഉറപ്പ് തരാം. അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പ് മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയത്. താല്പര്യമുള്ളവർ ഗോവിന്ദ എന്ന് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ശേഷം ഞാൻ അയക്കുന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ ഭക്തർക്കും തിരുപ്പതി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും എന്നും ഉണ്ടാവട്ടെ. ഓം നമോ വെങ്കടേശായ. ഗോവിന്ദ ഗോവിന്ദ. മറ്റൊരു വീഡിയോയും മറ്റൊരു യാത്രയുമായി ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കാം.